മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ചെറിയ പീക്കിരാൻ പോലത്തെ കുഞ്ഞി ഒരു കുയിലേക്ക് തുള്ളുന്നു. നോക്ക് നോക്ക്, ഞാനല്ലാതെ എനിക്ക് ഇട്ടത് നീയാണ്. സുമേഷ് ചേട്ടാ വാ വാ. നോക്കി നടക്കണ്ടേ ചേട്ടാ, ഇതായത് വഴിയിലാണ് കൊണ്ടുവരാറ്. സുമേഷ് ചേട്ടൻ കയറി വാ. എന്ത് പണിയാ കാണിച്ച്? ചവിട്ടി പൊളിക്കട്ടില്ല. എന്റെ നെഞ്ചു വേണ ചവിട്ടിക്കോ, ഇരി ചവിട്ടിക്കൂടാ അല്ലേ? എന്താ സുമേഷ് ചേട്ടാ ഈ വഴിക്ക്? ഞാൻ കടയിലെത്തിയപ്പോഴാണ് അറിയണത് തൻ്റെ കാലൊടിഞ്ഞു വരും. അപ്പൊ ഞാനൊന്നും കൂടി കയറിയതാണ്. ഒന്നും പറയണ്ട സുമേഷ് ചേട്ടാ, ഞാൻ ആ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് മുകളിൽ കയറിയതാ. അതിലേക്ക് ഇറങ്ങണ വഴിക്ക് കാലങ്ങോട്ട് തന്നിട്ട് ഒരൊറ്റ വീഴ്ചങ്ങട്. എടോ, താൻ എന്തിനാണോ ഈ പ്രായത്തിൽ ഈ ടാങ്ക് ഞാനൊക്കെ മേളിൽ കയറണത്? അതിനല്ലേ ഒരുത്തനോടെ ഉള്ളത്. ഇവനാ? അവനൊക്കെ അതിനെവിടെ സുമേഷ് ചേട്ടാ സമയം? ഈ ഫോണിൽ കളിക്കാനുള്ള സമയമുള്ളൂ. എന്നിട്ടിപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞു? ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ആ അപ്പൊ അതല്ല പ്രശ്നം, ഒരു മാസം കാലളകാണ്ട് അങ്ങനെ ഇരിക്കണം. കഷ്ടകാലം, അല്ല ഇപ്പൊ എന്താ പറയാ. താൻ ഒരുപാട് ഓടി നടന്നതല്ലേ, ഒരു മാസമല്ലേ ഉള്ളൂ. താൻ റെസ്റ്റ് എടുക്കണോ? ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇറങ്ങണപ്പോ? ആ, എനിക്ക് കുറച്ച് ധൃതി ഉണ്ടോ. എന്നാ പിന്നെ സമയം കിട്ടുമ്പോ ഒക്കെ വരണം. പിന്നെ വരൂലേ? പറ്റുന്ന വൈകിട്ട് ഇറങ്ങി മിണ്ടി പറഞ്ഞിരിക്കാം. ശരി ശരി, ഞാൻ പറഞ്ഞേ. 1.5 ലക്ഷം രൂപ മുതലാണ്. നിങ്ങൾ രണ്ടാമത് എന്ത് ഭാവിച്ചാടാ? എന്നെ അച്ഛൻ എന്താണ്, ഞങ്ങളിവിടെ വെറുതെ ഇരിക്കല്ലേ? വെറുതെ ഇരിക്കല്ലേ? നീ എന്നാ ബാങ്ക് വരെ പോയിട്ട് വാ. അച്ഛൻ എന്തിനീ മാസം മാസം കൊച്ചച്ഛന് പൈസ അയച്ചു കൊടുക്കണ? ഞാനൊരു 100 രൂപ ചോദിച്ചാൽ തരൂലല്ലോ. നിനക്ക് എന്തിനാ പൈസ ഉള്ളത്? നെറ്റ് കയറ്റിട്ട് കുത്തി കുത്തി കളിക്കാനാ? നിന്റെ അച്ഛനെന്ത് ദുഷ്ടനാണ്. എന്തെല്ലാം പണിയായി ചെറിയ പ്രായത്തിൽ നിന്നോട് പറയുന്നു. എന്നോട് ഒരു പണിയും പറയില്ലാട്ടാ. ഡൗണിയെ, നീ ഇപ്പൊ എന്താ അവനോട് പറഞ്ഞു? ബാങ്കിൽ പോണെന്ന് പറയാന്ന് അച്ഛാ. ചെല്ല്. അച്ഛ, അതിന് ബാങ്ക് വരെ പോണ എന്തിനാണ്? ഞാൻ കൊണ്ടുപോയി ആ പൈസ CDM ഇട്ടിട്ട് മൊബൈൽ ബാങ്കിങ് ചെയ്താ പോരാ കൊച്ചച്ഛന്? നീ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കാശ് മേടിച്ചുകൊണ്ടിട്ട് പോയതല്ലേ കൊച്ചച്ഛനായിക്കെ? എന്നിട്ട് പാവാതെ അവന് കിട്ടിയില്ല. അത് എന്റെ കീശയിലേക്ക് എത്തിയത്. കീശല്ല, അത് ബാലൻസ് ഉണ്ടായില്ല, പിടിച്ചു പോയതാണ്. ആ കീശയില 3000 ഉറുപ്പുണ്ട്. നീ അത് എടുത്തു കൊണ്ടായിട്ട് എന്റെ അക്കൗണ്ടിലെ ബാങ്കിലിടാം. എന്നിട്ട് അതിൽ നിന്ന് കൊച്ചച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം എനിക്ക് കറക്റ്റായിട്ട് മെസ്സേജ് വരും. 3000 ഉറുപ്പിയും പിന്നെ കൊച്ചച്ഛൻ്റെ അക്കൗണ്ട് നമ്പറും ചെക്ക് ലീഫും അവിടെ ഉണ്ട്. എടുത്തിട്ട് ബാങ്ക് ചെല്ലി. എനിക്കൊന്നും പറ്റില്ല, ഉണ്ണി പോകും. എല്ലാം കൂടി ചൂട്ടി കൂട്ടി കത്തിക്കഞ്ഞ വണ്ടിയില്ല അച്ഛൻ്റെ അടുത്ത്. ഉണ്ണിയുടെ വണ്ടി വരും. ഉണ്ണിയെ വണ്ടി കൊടുത്താ പോയിട്ട് വാ. എന്തൊരു കഷ്ടം, കോംപ്ലിക്കേഷൻ കാര്യമാണ്. എന്ത് കഷ്ടം നോക്കെ. 3000 രൂപ അക്കൗണ്ടിൽ അടക്കാൻ 3000 രൂപ പോരാട്ടോ, അതിന്റെ ഫീസൊക്കെ വേണം. അതിനെ എന്റെ അക്കൗണ്ടിൽ 1000 രൂപ കിടക്കുന്നുണ്ട്. നീ ചെല്ലാൻ നോക്ക്. റിസ്ക് പിടിച്ച പണിയാത്. അത് അവന്റെ ആണ്. എങ്ങാടാ? ഞാൻ നോർത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക്. ഞാനും നോർത്ത് ഇന്ത്യൻ ബാങ്കിൽ കാണല്ലോ. അന്നാ കേറിക്കോ. ഇതിന്റെ പോലോ? എന്താ? ഇവിടെ ചവിട്ടി കേറിക്കോ. ചവിട്ടി കേറിക്കോ. ഇതിന്റെ കോണി എവിടെ? കോണിയൊന്നും വേണ്ടേക്ക്, ഇവിടെ ചവിട്ടി കേറിക്കോ. ആ കുട കുത്തിയിട്ട് കാല് എങ്ങനെ ഇതുവരെ എത്തണ്ടേ? ഒരു കാര്യം ചെയ്യ്, ആ സർവേക്കല്ലിന്റെ അവിടേക്കൊന്ന് വെക്ക്. അന്നാ ഇക്ക നടന്നു വരും, ഞാൻ പോട്ടെ. അല്ലട ചങ്ങായി, ഞാനും വരാം. സർവേക്കല്ലിന്റെ അവിടേക്കൊന്ന് തള്ളിയേ. ഞാൻ തള്ള. കൊമ്പൻ ചെല്ലിയുടെ മോന്തയും തേളിന്റെ വാലും എന്തത് സാധനം. ഇവിടെ നിർത്തി ഒരു മിനിറ്റ്, ഞാൻ ഈ കോടൊക്കെ നിങ്ങോട്ട് നോക്കട്ടെ. അല്ലാഹുവേ, ബിസ്മില്ലാഹി തവക്കലത്തു അലല്ലാഹ്. വിമാനത്തിൽ കയറണം. ഞാൻ കാല് വെക്കേണ്ട സ്ഥലം ബ്രേക്കാണ്. അത് എന്റെ കാല് എവിടെ പുറകോട്ട് വെക്ക്. അടച്ച റബ്ബേ. ഇരുന്നല്ലേ? ഇരുന്ന് കൊട്ടാപ്പുറത്ത് കയറിയ മാതിരി അപ്പൊ ഇരിക്കണം. ഞാൻ പോട്ടെ. പോയിക്കോ. ഇത്
ചെല്ലേണ്ട ഒരു 3000 രൂപ 3000 റുപ്യ 3000 രൂപ കൊച്ചച്ഛനെ ഇടാൻ വേണ്ടിട്ടേ. ആർക്കാ ചട്ടോ ഇവിടെ അതിനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കാം. എനിക്ക് പൈസ ഇടാനോ എടുക്കാനോ എന്തെല്ലാം സൗകര്യം ഉണ്ട്. അപ്പൊ ഞാൻ അപ്പോഴത്തെ കാര്യം നടത്തട്ടെ. ഇജന്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞാൻ ബാങ്കിൽ വന്നിട്ടില്ലേ, ഇത്ര ആൾക്കാരൊക്കെ ആൾക്കാരെല്ലാവരും ആൾക്കാർ സഹായിക്കാൻ ആൾക്കാരില്ലേ. പിന്നെന്താണ് എൻ്റെ ആവശ്യം എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് ആ കാര്യം നടന്ന് ഇജ്ജാ പോയിക്കോ. പിന്നെ പോകുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ അവിടെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കാം വണ്ടിമ കയറാനേ. മാനേജർ എന്തിന് മാനേജർ എൻ്റെ ആവശ്യം എന്താ വെച്ചാൽ അതിന് ആൾക്കാരുണ്ടോ ചങ്ങായി ഓരോ കേബിലേക്ക് ഇന്ന ചിറ്റിക്കല്ല. ഞാൻ ഇപ്പോൾ വരാം. എന്നാ ശരി. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം, ഇരിക്കൂ. എനിക്ക് ഒരു 3000 രൂപ കൊച്ചച്ഛൻ അയച്ചു കൊടുക്കണം. അച്ഛൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് ആരെ കാണണ്ടേന്ന് കൗണ്ടർ ചെന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഏത് കൗണ്ടറിലെന്ന് വെച്ചാൽ എൻ്റെ ചെക്ക് ബുക്ക് തീർന്നിട്ട് അത് രണ്ടാമത് ഒരു ചെക്ക് ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പേജിൽ എഴുതി സൈൻ ഇതൊക്കെ എന്താ പറയൂലൊക്കെ ഇട്ട് കൊടുത്ത് അപ്പൊ അത് ഇതുവരെ കിട്ടിയില്ല. വീട്ടഡ്രസ് ശരിക്കല്ലേ കൊടുത്തത്? പിന്നെ അതൊക്കെ കറക്റ്റ് ഇതായിട്ട് തന്നെയാണ്. അത് അതിന്റെ മരുമോളാണ് എഴുതിയത്. ഏകദേശം കൊടുത്തിട്ട് എത്ര ആയിട്ടുണ്ടാവും? കൊടുത്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞ്. 3-4 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. 3 ആണോ 4 ആണോ 5 ആണോ എന്നുള്ള കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ ഞാൻ ജനുവരി മുതൽ നോക്കേണ്ടി വരില്ലേ? അതിപ്പോ അത് കൃത്യമായിട്ട് പറയാണെച്ചാല് എന്റെ മരുമോള് പ്രസവിച്ചിട്ട് 4ന്റെ അണ്ണാന്ന് ഞാൻ ഇവിടെ വന്നത്. അത് ഉറപ്പുള്ള കാര്യ. മരുമോള് പ്രസവിച്ചത് എന്നാന്ന് എനിക്ക് അറിയില്ലല്ലോ. അറിഞ്ഞില്ലേ? ഇല്ല. എന്താ പറയണേ? പ്രസവിച്ച് സുഖപ്രസവം നല്ല 1-ാം തരം ആൺകുട്ടി. ഒരു കുഴപ്പമില്ല. അതൊക്കെ നല്ല ആഘോഷത്തിൽ കഴിഞ്ഞ് അവിടെ പിന്നെ ഉട്ടമുടി കളിച്ചലിന് അവിടുന്ന് വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ 10-15 ആൾക്കാരൊക്കെ വന്നത് നല്ല ആഘോഷം. ഒരു മൂലിക്കുട്ടീനെ കറുത്ത് ഉസാറായി പരിപാടിയൊക്കെ. എന്താ അവിടുന്ന് ഓരോ ഒരു ചെമ്പ് പലഹാരം കൊണ്ടുവന്ന് വയ്യ. എന്താ പറഞ്ഞിട്ട് കാര്യം? ഉറക്കല്ല കുട്ടിക്കേ. 12 മണി കഴിഞ്ഞിട്ടാ ഓനെ എണിക്കുക. പിന്നെ അപ്പം മുതൽ എൻ്റെ തോളത്തിട്ട് ഓ പറഞ്ഞിങ്ങനെ തട്ടി ഉറക്കല്ല. എന്താ പിക്കും ഓൾക്കും പണി അവിടെ കുട്ടീനെ ഉറക്കല്. ഭയങ്കര ദിവസം എന്താ കാണണ അതിൻ്റെ ഓരോ കാണിക്കല് കണ്ടാല് അത്രക്കൊരു ഇതാ പറയാ. അപ്പൊ എന്നാ ശരി കേട്ടോ. ഒന്നുകൂടി ഇരിക്കുക അവിടെ. എന്താണ്? എന്തിനാ അങ്ങോട്ട് വന്നത്? ചെക്കൂക്കിനെ വന്നായി. അത് വേണ്ടേ? അത് വേണം. അത് ചോദിക്കണ്ടേ? ഞാനേ വർത്താനത്തിന് പറ്റും. ചെക്കന്റെ കാര്യം പറഞ്ഞ പിന്നെ ഓരോ ഇതിലേക്ക് അങ്ങോട്ട് പോകും. അപ്പൊ 3-ാം മാസോ 4-ാം മാസോ? ആർക്ക് എന്നല്ല, ചെക്ക് ബുക്ക് ഇവിടെ കൊടുത്തിട്ടേ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ. മറ്റേ ഞാൻ എന്നാ ഭാര്യനെ ഒന്ന് വിളിച്ചോക്കട്ടെ കേട്ടോ. അപ്പൊ അതായിരിക്കും അതിന്റെ ശരി. വിളിച്ചു ചോദിക്കേ. ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ.